ഇന്ന് നമുക്ക് പാലക്കാട് സ്പെഷ്യൽ ഒരു മോരപ്പം ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അതിലേക്കായി ഞാൻ 1 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആദ്യമായിട്ട് അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മൾ തൈര് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ ഇഡ്ഡലി മാവ് ഉണ്ടാവുമല്ലോ, ഇഡ്ഡലി മാവോ ദോശമാവോ, അതൊരു 4 കയ്യിലോ 4 5 കയ്യിൽ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക. എന്ന ശേഷം ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിത്തുടങ്ങിയപ്പോൾ ഞാൻ ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇടാം. ഉഴുന്ന് പരിപ്പിന് പകരം ഞാൻ ഇവിടെ ചെറുപയർ പരിപ്പാണ് ഇട്ടത് കേട്ടോ. ഒന്ന് ചുവന്ന് വരുമ്പോൾ കുറച്ച് കറിവേപ്പില, ഞാൻ ഇത് കുറച്ച് ചെറുതായിട്ട് നുറുക്കിയതാണ്, അതിട്ടു. പിന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഒരു വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് ഇതിലോട്ടിട്ടിട്ട് ഒന്നിങ്ങനെ വാടുന്നവരെ ഒന്ന് ഇളക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ എടുത്തിട്ട് മാവിലോട്ട് കൊട്ടി നല്ല പോലെ മാവിളക്കുക. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിയിട്ട്, ഉപ്പ് പോരെങ്കിൽ ഉപ്പിട്ടിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് നല്ല പോലെ ഇളക്കുക. മോരപ്പത്തിനുള്ള മാവ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായ ശേഷമാണ് ഇതിലേക്ക് പാരേണ്ടത്. അപ്പം നമ്മുടെ കല്ല് എണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. എണ്ണ ഞാൻ ഈ ഓരോ കുഴിയിലും 1/4 ഭാഗം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതേമാതിരി മാവ് പാരുന്നത് 1/2 ഭാഗവും, കാരണം ഇത് പൊന്തി വരുമല്ലോ. പിന്നെ നമുക്കിത് മറിച്ചിടുമ്പോൾ ഇത് മുങ്ങി വേവും വേണം. അപ്പോൾ അതിന് വേണ്ടി എണ്ണ ഒഴിക്കുന്നത് ശ്രദ്ധിക്കണം. കുറേ എണ്ണ ഒഴിക്കരുത്. നമുക്ക് വേണമെങ്കിൽ ഒരാവി വാങ്ങി വെച്ച ശേഷം വീണ്ടും എണ്ണ വേണമെങ്കിൽ ഒഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ മാവിന് ഒരു 3-4 പ്രാവശ്യം പാർന്നെടുക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.